ഗോപു, ഇമോഷണൽ മെച്യൂരിറ്റി എന്തൊരു ഹെവി ആയിട്ടുള്ളൊരു ടോപ്പിക്കാ അല്ലേ അത്? ആക്ച്വലി നീ കേട്ടിട്ടില്ലേ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ഇവിടെ ഒരു ഇതുണ്ട്, ചിലപ്പോൾ 40 വയസ്സായിട്ടുണ്ടാവും, പക്ഷെ ക്രിറ്റിസിസംസ് വരുമ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. സ്ട്രെസ്ഡ് ആവും, അതുകൊണ്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ കുറേ വേണ്ടാതീനമായിട്ടുള്ള ഡിസിഷൻസും എടുക്കും. അതേസമയം ഒരു 20 ഇയർ ഓൾഡിനെ നോക്കിക്കോളൂ, ക്രിറ്റിസിസംസ് എന്ത് ബ്യൂട്ടിഫുള്ളിയാ ഹാൻഡിൽ ചെയ്യുന്നത്. എടുക്കേണ്ടത് മാത്രം എടുക്കുക, നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ശരിക്കും ഏജ് കൂടുന്തോറുമാണ് നമ്മളുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നതെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ നമ്മളെ തന്നെ എന്താണോ നമ്മൾ ഇന്റൻഷനലി ബിൽഡ് ചെയ്യുന്നത് അല്ലേ, അതല്ലേ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി. അപ്പൊ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ നമുക്കൊരു 8 പോയിന്റ് പറഞ്ഞാലോ ഇമോഷണൽ മെച്യൂരിറ്റിയെ കുറിച്ച്? അതെ, നിങ്ങൾ വായിച്ചു നോക്കിയ വെച്ചിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് തിങ് വി ക്യാൻ ഡു ഒരു ഇമോഷണലി മെച്ചുവേർഡ് ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫസ്റ്റ് തിങ് ഇസ് സെൽഫ് അവെയർനെസ്. ഒരു ഇൻട്രോസ്പെക്ഷൻ ഇൻ ടു അവർ സെൽഫ്. എന്താണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഇമോഷണൽ ആവുന്നു എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിന് ജേർണലിംഗ് ഇസ് എ ഗുഡ് വേ ടു റൈറ്റ് ഡൗൺ ആൻഡ് ദെൻ തിങ്ക് ഓവർ. ഓക്കെ. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് ഓൺ ആക്ഷൻ. അല്ലേ, നമ്മളിപ്പോൾ ചെയ്യും, എല്ലാവരും പെർഫെക്റ്റ് അല്ല, തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ അത് തെറ്റാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അപ്പോളജൈസ് ചെയ്യുക, അതിൽ നിന്ന് ഒരു ലേണിംഗ് ഉണ്ടാവുക ആൻഡ് മൂവ് ഫോർവേഡ്. അല്ലേ, അങ്ങനെയല്ലേ ഒരു മെച്യൂർഡ് പേഴ്സൺ നോക്കുന്നത്? എക്സാക്ട്ലി. തേർഡ് വൺ, കൾട്ടിവേറ്റിംഗ് എംപത്തി. ഇൻ കേസ് നമ്മളെ സൈഡിലല്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഒരു ചെറിയ മിസ്റ്റേക്കോ ട്രിഗറോ വന്നു വെച്ചാൽ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ബിഹേവ് ചെയ്തത്. ഒട്ടും ജഡ്ജ്മെന്റൽ ആവാതെ ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷോയിങ് സം എംപത്തി. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ. എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ട്രിഗർ ആവാൻ വേണ്ടി കുറേ സിറ്റുവേഷൻസ് വരാം, പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവാം. പക്ഷെ ഒരു പോസ് അവിടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അപ്പം നമ്മൾ ശരിക്കും കാം ഡൗൺ ആവും. അപ്പം ദെൻ ഐ ക്യാൻ റെസ്പോണ്ട്. അതൊരു മെച്യോർഡ് ആയിട്ടുള്ള ഒരാൾ കാണിക്കുന്നതാണ്. ഫിഫ്ത്ത് വൺ, കമ്മ്യൂണിക്കേറ്റിംഗ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി ക്ലിയർ. കുറച്ച് ഓണസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുക, കവറപ്പ് വേണ്ട. അതേപോലെ പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ നിങ്ങോട്ട് തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ പേഷ്യൻ്റ്ലി ജഡ്ജ്മെൻ്റൽ ആവാതെ കേട്ടും നോക്കുക. അതെ. ഇനി ഏഴാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് ബൗണ്ടറീസ് ആൻഡ് ആ ഓപ്പൺനെസ് ടു സേ നോ. ശരിക്കും ഇല്ലേ, മെച്യോർഡ് ആയിട്ടുള്ള ഒരാൾ നോക്കുന്നത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൈൻഡ് അല്ലാതെ പറയുന്നതല്ല. പക്ഷേ നമ്മളുടെ ടൈം, നമ്മളുടെ എനർജി കുറേ വേസ്റ്റ് ആവുന്നതോ അല്ലെങ്കിൽ അതിനൊരു കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യത്തിനോ നമ്മൾ യെസ് പറയേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റിനെയാണ് ലൂസ് ചെയ്യുന്നത്. അപ്പം നോ പറയുന്നത് ഒരിക്കലും ഒരു ബാഡ് വേർഡ് അല്ല. ചെയ്യാൻ പറ്റില്ലെങ്കിൽ നോ എന്ന് തന്നെ പറയാം. സെവൻത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആരും പെർഫെക്റ്റ് അല്ല. ഓക്കെ, എല്ലാവർക്കും ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. സോ നമ്മുടെ ഒരു ഫ്രണ്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഫൊഗീവ് ചെയ്യും. അതേപോലെ അവനവൻ്റെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും ഇറ്റ് ഈസ് ഓക്കെ ടു ബി ഇംപെർഫെക്റ്റ് പറഞ്ഞിട്ട് ഫൊഗീവ്നെസ്. ആ, എട്ടാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കമ്പയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങുക. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മെച്യോർഡ് പേഴ്സൻ്റെ എന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ വെച്ച് ഹാപ്പിയാണ്. അപ്പം എന്താന്ന് പറഞ്ഞാൽ അവിടെ വേറൊരാളായിട്ട് കമ്പാരിസൺ വരുന്നില്ല. അയ്യോ എനിക്കില്ല, എനിക്കിതില്ല, എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു തിങ്കിങ് ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് പേഴ്സൺ ഈസ് ഹാപ്പി വിത്ത് വാട്ട് ഹി ഓർ ഷീ ഹാസ്. അപ്പം അതാണ് 8th പോയിന്റ്, ഒരു മെച്യോർഡ് ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കുന്ന ഒരാളുടെ ക്വാളിറ്റി. അതെ, അപ്പം വിത്ത് ദിസ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഈ എപ്പിസോഡ് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. വി മസ്റ്റ് ഓൾ കൗണ്ട് അവർ ബ്ലെസ്സിങ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത് റെനോ.